വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ലൂക്കോസ് 7:9. അങ്ങനെയെങ്കിൽ നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് എന്തു പറയും? ശതാധിപതിനിൽ കർത്താവ് ചില നന്മകൾ കണ്ടെത്തി. ആ നന്മകൾ നമ്മിലുണ്ടെങ്കിൽ കർത്താവ് നമ്മെക്കുറിച്ചും ഇങ്ങനെ തന്നെ പറയും. കർത്താവ് കണ്ടെത്തിയ നന്മകൾ എന്തൊക്കെയെന്ന് നോക്കാം. 1. തൻ്റെ ദാസനോടുള്ള ശതാധിപൻ്റെ സ്നേഹം. ശതാധിപന് പ്രിയനായ ദാസൻ എന്നാണ് ലൂക്കോസ് ശതാധിപനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസ് 7:2. ദാസന്മാരെ അടിമകളായി കണ്ട് യാതൊരു വിലയും നൽകാതിരുന്ന സമൂഹം ദാസന്മാർ ജീവനുള്ള ഒരു ഉപകരണം മാത്രമാണ് എന്ന് ചിന്തിച്ചിരുന്നത്. ഇവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ശതാധിപൻ. തനിക്ക് പ്രിയനായ ദാസനെ ശതാധിപൻ സ്നേഹിച്ചു. ദീനമായി മരിക്കാറായി കിടക്കുന്ന ദാസൻ്റെ സൗഖ്യത്തിനു വേണ്ടി ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നു. ദാസനോടുള്ള ശതാധിപൻ്റെ സ്നേഹവും കരുതലും യേശു മനസ്സിലാക്കി. അതുകൊണ്ടാണ് യേശു ഈ വിധത്തിൽ ശതാധിപനെ പ്രശംസിച്ചത്. വേദനിക്കുന്ന നിസ്സഹായരായ അനേകർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അവരെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? 2. യഹൂദജനത്തോടുള്ള ശതാധിപൻ്റെ സ്നേഹം. ഇതര മതത്തിൽപ്പെട്ടവരെ പുച്ഛിക്കുകയും അവരെ വെറുക്കുകയും ചെയ്യുന്നവരായിരുന്നു യഹൂദന്മാർ. എന്നാൽ ഇതര മതത്തിൽപ്പെട്ട തന്നെ വെറുത്തിരുന്ന യഹൂദന്മാരെ ശതാധിപൻ സ്നേഹിച്ചു. യഹൂദ മൂപ്പന്മാർ തന്നെ അത് യേശുവിൻ്റെ മുൻപിൽ സാക്ഷിക്കുന്നുണ്ട്. മൂപ്പന്മാർ പറയുന്നത്, നീ അവൻ്റെ ദാസന് സൗഖ്യം നൽകുവാൻ അവൻ യോഗ്യൻ. അവൻ നമ്മളുടെ ജനത്തെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു. ലൂക്കോസ് 7:4-5 വാക്യങ്ങൾ. തന്നെ വെറുക്കുന്നവരെ സ്നേഹിക്കുകയും അവരുടെ ദൈവത്തെ ആരാധിപ്പാൻ ആരാധന ആലയം നിർമ്മിച്ച് നൽകുകയും ചെയ്ത ശതാധിപൻ സ്വന്തം സഭയിൽപ്പെട്ടവരെ മാത്രം സ്നേഹിക്കുന്ന വിശ്വാസിയല്ലേ ഞാനും നീയും? അതിൻ്റെ പരിണിത ഫലമല്ലേ ഇന്ന് കാണുന്ന മത തീവ്രവാദം? കർത്താവ് നമ്മോട് പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കണം എന്ന, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന. മത്തായി 5:44. നമുക്കതിന് കഴിയുന്നുണ്ടോ? ശത്രു നശിക്കണമെന്നല്ലേ നാം ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും? ശത്രുവിന് നന്മയുണ്ടാവണം എന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുന്നുണ്ടോ? ഈ ശതാധിപൻ വിശ്വാസ സമൂഹത്തിന് ഒരു മാതൃക കാണിച്ച് തന്നിരിക്കുകയാണ്. തൻ്റെ ജനത്തെ വെറുത്തവരെ സ്നേഹിക്കുന്ന, തങ്ങളെ വെറുത്തവർക്ക് ആരാധിപ്പാൻ ആലയം തീർപ്പിച്ചു കൊടുക്കുന്ന ശതാധിപൻ. ശതാധിപൻ്റെ ഈ പ്രവൃത്തിയെ വലിയ വിശ്വാസമായി യേശു കണ്ടു. 3. തൻ്റെ നിസ്സാരതയെ സമ്മതിക്കുന്ന ശതാധിപൻ. തൻ്റെ ദാസൻ്റെ സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിച്ച ശതാധിപനോട് യേശു പറഞ്ഞു, ഞാൻ നിൻ്റെ ഭവനത്തിൽ വന്ന് അവന് സൗഖ്യം നൽകാം എന്ന്. തൻ്റെ ഭവനത്തിൽ വരാം എന്ന് യേശു പറയുമ്പോൾ ശതാധിപൻ്റെ മറുപടി, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. മത്തായി 8:8. ലൂക്കോസ് 7:6 പറയുന്നത്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. അതായത് നീ എൻ്റെ അടുക്കൽ വരുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. യഹൂദന്മാർ ശതാധിപനെ പുകഴ്ത്തുമ്പോൾ ശതാധിപൻ തൻ്റെ അയോഗ്യതയെക്കുറിച്ചാണ് പറയുന്നത്. കുറവുകളെ സമ്മതിക്കാതെ അവയെ മൂടി വയ്ക്കുവാൻ ശ്രമിക്കുന്ന വിശ്വാസികൾ അല്ലേ നാം? സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ അന്യൻ്റെ കണ്ണിലെ കരട് എടുത്തു കളവാൻ ശ്രമിക്കുന്ന വിശ്വാസി, ഭവിക്കേണ്ടതിനെ ഭാവിച്ച് ഉയരുന്ന വിശ്വാസി. കർത്താവ് പറഞ്ഞു, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തുവരും. തൻ്റെ നിസ്സാരതയെ മനസ്സിലാക്കി സ്വയം താഴ്ത്തിയ ശതാധിപൻ്റെ വിശ്വാസത്തെ വലിയ വിശ്വാസമായി യേശു കണ്ടു. 4. യേശുവിലുള്ള ശതാധിപൻ്റെ വിശ്വാസം. അധികാരമുള്ള ശതാധിപൻ തൻ്റെ അധികാരത്തെക്കാൾ വലുതായി യേശുവിൻ്റെ അധികാരത്തെ കണ്ടു. ശതാധിപൻ പറയുന്നത്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി, എൻ്റെ ദാസന് സൗഖ്യം ലഭിക്കും. ലൂക്കോസ് 7:9. ദാസൻ പക്ഷപാത രോഗിയ എന്ന മത്തായി 8:6 പറയുന്നത്.
ഒരു പക്ഷപാത രോഗിക്ക് ഇതുവരെയും സൗഖ്യം ലഭിച്ചതായി ഈ ശതാധിപന് അറിവില്ല. മനുഷ്യന് അത് അസാധ്യവുമാണ്. എന്നാൽ യേശുവിന് അത് സാധ്യം എന്ന് ശതാധിപൻ വിശ്വസിച്ചു. അതായത് മനുഷ്യൻ്റെ മേൽ മാത്രമല്ല, എല്ലാ രോഗശക്തികളുടെ മേലും യേശുവിന് അധികാരമുണ്ടെന്ന് ഈ ശതാധിപൻ വിശ്വസിക്കുകയാണ്. ഇനി യേശുവിൻ്റെ അധികാരത്തെ നാം എങ്ങനെയാണ് കാണുന്നത്? യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ യേശുവിൻ്റെ അധികാരത്തെ വലുതായി കാണുവാൻ കഴിയൂ. ശതാധിപൻ യേശുവിൻ്റെ അധികാരത്തിൽ വിശ്വസിച്ചു. ഈ വിശ്വാസത്തോടു കൂടിയാണ് ശതാധിപൻ യേശുവിനെ സമീപിച്ചത്. ശതാധിപൻ്റെ വിശ്വാസത്തെ യേശു അംഗീകരിച്ചു. യേശു പറഞ്ഞു, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. മത്തായി 8:13. കർത്താവേ, പൂർണ്ണ വിശ്വാസത്തോടെ നിൻ്റെ അടുക്കൽ വരുവാൻ എന്നെയും യോഗ്യനാക്കണമേ. ആമേൻ.